Warm welcome to all. Today we are going to deal with enema. So, first we can see what is the definition of enema. An enema is an introduction of fluid into the lower bowel through the rectum for the purpose of cleansing or introduce medication or nourishment. ലോവർ ബവലിലൂടെ ഏനസിലൂടെ രക്തത്തിലേക്ക് ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എനിമ എന്ന് പറയുന്നത്. സോ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്തിനാണ് മെയിനായിട്ട് നമ്മൾ എനിമ കൊടുക്കുന്നത്? ഒന്നുകിൽ മെഡിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബവൽ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പർപ്പസ് എന്ന് നോക്കാം. ടു സ്റ്റിമുലേറ്റ് ഡെഫിക്കേഷൻ ആൻഡ് ടു ട്രീറ്റ് കോൺസ്റ്റിപ്പേഷൻ. ദാറ്റ് ഈസ് എക്സാമ്പിൾ സിമ്പിൾ ഇവാക്വന്റ് എനിമ. സിമ്പിൾ ഇവാക്വന്റ് എനിമ യൂസ് ചെയ്തിട്ട് വി ക്യാൻ സ്റ്റിമുലേറ്റ് ഡെഫിക്കേഷൻ ആൻഡ് ടു ട്രീറ്റ് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൂള് പാസ് ചെയ്യാൻ ആവാത്ത അവസ്ഥയെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഇന്നബിലിറ്റി ടു ഡെഫിക്കേറ്റ്, അതിനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എനിമയാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ടു സോഫൻ ഹാർഡ് ഫീക്കൽ മാറ്റേഴ്സ്. ഹാർഡായിട്ട് ഇരിക്കുന്ന ഫീക്കൽ മാറ്റേഴ്സിനെയൊക്കെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ഓയിൽ എനിമ. ദെൻ ടു അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻ സച്ച് ആസ് ഇൻ സെഡേറ്റീവ് എനിമ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ മെഡിക്കേഷൻ. മെഡിക്കേഷൻസ് ആയിട്ട് നമുക്ക് സെഡേറ്റീവ് എനിമയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. And to protect and soothe the mucous membrane of the intestine and to check diarrhea. Emollient enema യൂസ് ചെയ്തിട്ട് നമുക്ക് we can soothe the mucous membrane of the intestine. Intestinal വാളിനെയൊക്കെ നമുക്ക് സൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഓൾസോ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. കൂടാതെ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ്സിനെയൊക്കെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കാനും പറ്റും. ആ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ്സിനെയൊക്കെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കുന്നത് ആന്റി ഹെൽമിന്റിക് എനിമയിലൂടെയാണ്. ആന്റി ഹെൽമിന്റിക് എനിമയിലൂടെയാണ് നമ്മൾ പാരസൈറ്റ്, അതുപോലെ വല്ല ബാക്ടീരിയാസോ അതുപോലെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. അതുപോലെ തന്നെ കാർമിനന്റ് എനിമ യൂസ് ചെയ്തിട്ട് വി ക്യാൻ റിലീവ് ദ ഗ്യാഷ്യസ് ഡിസ്റ്റൻഷൻ. ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് കാർമിനേറ്റീവ് എനിമ. ദെൻ ടു അഡ്മിനിസ്റ്റർ ദ ഫ്ലൂയിഡ് ആൻഡ് ന്യൂട്രിയൻസ്. ന്യൂട്രിറ്റീവ് എനിമ വഴി വി ക്യാൻ അഡ്മിനിസ്റ്റർ ദ ഫ്ലൂയിഡ് ആൻഡ് ന്യൂട്രിയൻ ടു ദ പേഷ്യന്റിന് വേണ്ടത്ര അഡിക്വേറ്റ് ഫ്ലൂയിഡ് ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടും ഈ ന്യൂട്രിയന്റ് എനിമ എന്ന് പറഞ്ഞിട്ടുള്ള എനിമ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടു റിലീവ് ഇൻഫ്ലമേഷൻ. ആസ്ട്രിഞ്ചന്റ് എനിമ യൂസ് ചെയ്തിട്ട് വി ക്യാൻ റെഡ്യൂസ് ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ത്രൂ ആസ്ട്രിഞ്ചന്റ് എനിമ വഴിയാണ്. അതുപോലെ തന്നെയാണ് പെരിസ്റ്റാൾസിസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അതായത് ബവൽ മോട്ടിലിറ്റി ഒക്കെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പർഗേറ്റീവ് എനിമ യൂസ് ചെയ്യാം. പിന്നെ കൂടാതെ ടു സ്റ്റിമുലേറ്റ് പേഴ്സൺസ് ഇൻ ഷോക്ക് ആൻഡ് കൊളാപ്സ് വി ക്യാൻ യൂസ് സ്റ്റിമുലന്റ് എനിമ. ആൻഡ് ഫൈനലി to reduce the temperature we can use cold or ice enema. Cold or ice enema യൂസ് ചെയ്തിട്ട് ബോഡി ടെമ്പറേച്ചർ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അടുത്ത പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ക്ലീൻ ദ ബവൽ പ്രയർ ടു എക്സ്റേ സ്റ്റഡീസ്, വിഷ്വലൈസേഷൻ ഓഫ് ബവൽ, സർജറീസ് ഓൺ ദ ബവൽ ഓർ ഡെലിവറി ഓഫ് ബേബി എക്സെട്ര വി ക്യാൻ യൂസ് സലൈൻ എനിമ. നോർമൽ സലൈൻ എനിമ യൂസ് ചെയ്തിട്ട് നമുക്ക് പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യാം. എന്തിനൊക്കെ പ്രിപ്പയർ ചെയ്യാം? ബേരിയം സ്വോളോ ചെയ്യുന്ന, അല്ലെ ബേരിയം എനിമ ചെയ്തിട്ട് നമ്മൾ വല്ല ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയറായിട്ട് നമുക്ക് ബവൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡെലിവറിക്ക് മുമ്പായിട്ടും കൊടുക്കുന്നുണ്ട്. ആൻഡ് ടു മേക്ക് ഡയഗ്നോസിസ്. ബേരിയം എനിമ ഞാൻ ഓൾറെഡി പറഞ്ഞു. ബേരിയം എനിമേന്റെ മുമ്പേ ഒക്കെ നമുക്ക് ഈ എനിമ എന്ന് പറയുന്ന പ്രൊസീജിയർ ബവൽ ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ടു എസ്റ്റാബ്ലിഷ് റെഗുലർ ബവൽ ഫങ്ഷൻസ് ഡ്യൂറിങ് എ ബവൽ ട്രെയിനിങ് പ്രോഗ്രാം. Then to induce anesthesia, example anesthetic enema. Then next we can see what are the classification of enema. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. There are mainly two types of enema. First one is evacuant enema and another one is retained enema. Evacuant enema again divided into three types. That is simple evacuant enema, medicated evacuant enema and cold enema. Retained enema again divided into
stimulant enema, nutrient enema, emollient enema, sedative enema, anesthetic enema. അപ്പോൾ എന്തൊക്കെയാണ്? ക്ലാസിഫൈഡ് ഇൻറ്റു മെയിൻലി 2 types, that is evacuant enema and retained enema. evacuant enema അല്ലെങ്കിൽ retained enema എന്ന് പറഞ്ഞിട്ട് രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അപ്പോൾ ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. First one is simple evacuant enema. Simple evacuant enema എന്ന് പറയുന്നത് അതിന്റെ പർപ്പസസ് ആർ to stimulate defecation and to treat constipation, to relieve gaseous distension by stimulating the peristalsis, to relieve the retention of urine by reflex stimulation of the bladder, to stimulate uterine contractions and to hasten the childbirth, to cleanse the bowel prior to X-ray studies, visualization of the bowel, that is examples sigmoidoscopy, surgery and retention enemas. അപ്പോൾ സിമ്പിൾ ഇവാക്വന്റ് എനിമയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു ഇവാക്വേറ്റ് ദ കണ്ടൻസ്, ഫീക്കൽ മെറ്റീരിയൽസ് ഒക്കെ ഇവാക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ഇവാക്വന്റ് എനിമ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, ഗ്യാസ്ട്രിഷ്യസ് പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, അതുപോലെ തന്നെ റിട്ടൻഷൻ ഓഫ് യൂറിൻ കൊണ്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. യൂട്രൈൻ കൺട്രാക്ഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ചൈൽഡ് ബർത്തിന് മുന്നോടിയായിട്ട് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതുവഴി ഡെലിവറി കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ഇവാക്വന്റ് എനിമയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ഇതിനകത്ത് എന്ത് സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സോപ്പ് ആൻഡ് വാട്ടർ സൊല്യൂഷനും അതുപോലെ നോർമൽ സലൈൻ സൊല്യൂഷനും അതുപോലെ തന്നെ ടാപ്പ് വാട്ടർ, നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറുമാണ് നമ്മൾ സിമ്പിൾ ഇവാക്വന്റ് എനിമയിൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ അനുപാതം എന്ന് പറയുന്നത് സോപ്പ് ആൻഡ് വാട്ടറിലാണെങ്കിൽ സോപ്പ് ജെല്ലി 50 ml ആണെങ്കിൽ 1 liter ഓഫ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നോർമൽ സലൈൻ എനിമയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സോഡിയം ക്ലോറൈഡ് 1 teaspoon of half liter of water we can use. Then tap water, amount of solution എന്ന് പറയുന്നത് അഡൽട്ട് ആണെങ്കിൽ 500 to 1000 ml ആണ്, അതായത് 1 to 2 pint ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിൽഡ്രനിലാണെങ്കിൽ 250 to 500 ml ആണ്, അതായത് ഹാഫ് ഓർ 1 pint. ഇൻഫാന്റ് ആണെങ്കിൽ, ഇൻഫാന്റ് എന്ന് പറയുന്നത് 28 ദിവസം 1 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായമായിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ ഇൻഫാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ, ഏറ്റവും കുഞ്ഞു കുട്ടികളാണെങ്കിൽ 250 ml അതിൽ കുറവോ എമൗണ്ട് മതി. അപ്പോൾ ഈ എമൗണ്ട്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, വൺ വേർഡ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അഡൽട്ടിന് 500 to 1000 ml ആണ്, ചിൽഡ്രന് 250 to 500 ml ആണ്, ഇൻഫാന്റ്സ് ആണെങ്കിൽ ലെസ് ദാൻ 250 ml ആണ്. നെക്സ്റ്റ് നോക്കുന്നത് ടെമ്പറേച്ചർ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന് എത്ര ടെമ്പറേച്ചർ വേണം? അഡൽട്ട് ആണെങ്കിൽ 105 degree Fahrenheit to 110 degree Fahrenheit, 105 മുതൽ 110 degree Fahrenheit വരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതും വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. PSCക്ക് ആണെങ്കിലും ഫൈനൽ എക്സാമിനൊക്കെ ആണെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ചിൽഡ്രൻ ആണെങ്കിൽ 100 degree Fahrenheit is enough. Next one is oil enema. These are given to soften fecal materials in case of severe constipation, before the first bowel movement after operation on the rectum or perineum, to avoid straining and injury to the sutures and wounds. It should be retained for half an hour to 1 hour, soften the feces. It should be then followed by soap and water enema to open the bowels. അപ്പോൾ ഓയിൽ എനിമ സിവിയർ കോൺസ്റ്റിപ്പേഷൻ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ ഓയിൽ എനിമ കൊടുക്കുന്നത്. അതായത് ഫീക്കൽ മെറ്റീരിയൽസ് ഒക്കെ ഇമ്പാക്റ്റഡ് ഫീക്കൽ മെറ്റീരിയൽസ് ഒക്കെയാണ്, പറ്റിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ ബുദ്ധിമുട്ടുള്ള കട്ടി കൂടിയ ഫീക്കൽ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഓയിൽ എനിമ. ഓയിൽ എനിമ നമുക്ക് യൂസ് ചെയ്യാം. അത് മൂലം ഉണ്ടാവുന്ന പേഷ്യന്റ് ഫീക്കൽ ഇമ്പാക്ഷൻ മൂലം ഉണ്ടാവുന്ന സ്ട്രെയിനിങ്ങും ഇഞ്ചുറിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഓയിൽ എനിമ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ദെൻ ഫോളോഡ് ബൈ എ സോപ്പ് ആൻഡ് വാട്ടർ എനിമ. അപ്പോൾ ഓയിൽ എനിമ കൊടുത്തതിന് ശേഷം ഒരു സോപ്പ് ആൻഡ് വാട്ടർ നമ്മളെ സിമ്പിൾ ഇവാക്വന്റ് എനിമ ആവശ്യമുണ്ട്. അപ്പോൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. യൂഷ്വലി ഒലീവ് ഓയിൽ, ജിഞ്ചർലി ഓയിൽ, സ്വീറ്റ് ഓയിൽ, കസ്റ്റർഡ് ഓയിൽ, ഒലീവ് ഓയിൽ 1:2,
ആ ഒരു അനുപാതത്തിലാണ് സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ മതി. നേരത്തെ പോലെ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷന്റെ ആവശ്യം ഇവിടെ ഇല്ല. 115 to 175 ml is enough. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 100 degree Fahrenheit. Next one is purgative enema. These are given to cause the bowel to contrast actively and to evacuate its content. It's act by their irritating effect on the mucous lining, stimulating peristalsis, and causes the evacuation of the bowel. The stretching of the intestine due to this inflow of fluid causes the intestine to contract and leads to the evacuation of bowel. പർഗേറ്റീവ് എനിമ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫീക്കൽ മാറ്റേഴ്സ് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈ ഇറിറ്റേറ്റിംഗ് എഫക്ട്, ഇതിന്റെ ഇറിറ്റേറ്റിംഗ് എഫക്ട് മൂലം അത് ഫീക്കൽ മാറ്റേഴ്സ് ഇവാക്യുവേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് പർഗേറ്റീവ് എനിമ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ അതുവഴി ഈ മ്യൂക്കസ് ലൈനിങ് ഇറിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ പെരിസ്റ്റാൾസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുവഴി ഫീക്കൽ മെറ്റീരിയൽസ് ഇവാക്യുവേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. So, in this type of purgative enema, stretching of the intestine due to its inflow of fluid causes the intestine to contract ചെയ്യുകയും അതുവഴി പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ഒക്കെ നന്നായിട്ട് വരികയും അതുവഴി ഇവാക്യുവേഷൻ നടക്കുകയാണ് പർഗേറ്റീവ് എനിമയിൽ ചെയ്യുന്നത്. അപ്പൊ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് ഗ്ലിസറിൻ ആണ്. മെയിൻലി 15 to 30 ml ഓഫ് ഗ്ലിസറിൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്ലിസറിനും വാട്ടറും മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ 30 ml ആണ് ഗ്ലിസറിൻ എടുക്കുന്നതെങ്കിൽ അതിന്റെ നേരെ ഇരട്ടി വാട്ടർ എടുക്കുക, 60 ml എടുക്കുക. അതായത് 1:2 എന്നുള്ള അനുപാതത്തിലാണ് നമ്മൾ ഗ്ലിസറിനും വാട്ടറും യൂസ് ചെയ്യുന്നത്. ഗ്ലിസറിനും കാസ്റ്റർ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്, അത് 1:1 എന്നുള്ള അനുപാതത്തിലാണ്. അതായത് 15 ml ആണ് നമ്മൾ ഗ്ലിസറിൻ എടുക്കുന്നതെങ്കിൽ 15 ml തന്നെ കാസ്റ്റർ ഓയിൽ എടുക്കുക. പിന്നെ ഉള്ളത് മാഗ്നീഷ്യം സൾഫേറ്റ് ആണ്. മാഗ്നീഷ്യം സൾഫേറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Then next one is carminative enema, that is otherwise known as antispasmodic enema. These are given to relieve gaseous distension of the abdomen by causing peristalsis and expulsion of flatus and feces. It is given as simple as evacuant enema. ആന്റിസ്പാസ്മോഡിക് എന്ന് പറയുന്നത് ഗ്യാഷ്യസ് ഡിസ്റ്റൻഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫീസസ് ഡെഫിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു എനിമ യൂസ് ചെയ്യുന്നത്. ഇത് സിമ്പിൾ ഇവാക്വന്റ് എനിമ പോലെ തന്നെയുള്ള ഒരു എനിമയാണ്. ദ നെക്സ്റ്റ് വൺ ഇസ് അതിന്റെ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ടർപ്പന്റൈൻ ആണ്. മെയിൻ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 8 to 16 ml ഓഫ് ടർപ്പന്റൈൻ മിക്സ്ഡ് തറൗലി വിത്ത് വാട്ടർ. സോപ്പ് സൊല്യൂഷനിൽ ടർപ്പന്റൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആന്റിസ്പാസ്മോഡിക് എനിമ യൂസ് ചെയ്യുന്നത്. മിൽക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഇസ് ആന്റി ഹെൽമിന്റിക് എനിമ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എനിമാസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ആന്റി ഹെൽമിന്റിക് എനിമയെ പറ്റിയിട്ടാണ്. ആന്റി ഹെൽമിന്റിക് എനിമ എന്ന് പറയുന്നത് ദിസ് ഈസ് ഗിവൺ ടു ഡിസ്ട്രോയ് ആൻഡ് എക്സ്പെൽ ദ വേംസ് ഫ്രം ദ ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈനിന്ന് വേംസും അതുപോലെയുള്ള പാരസൈറ്റ്സിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി ഹെൽമിന്റിക് എനിമ യൂസ് ചെയ്യുന്നത്. ബിഫോർ ദ ട്രീറ്റ്മെന്റ് ഇസ് ഗിവൺ ദ ബവൽ ഷുഡ് ബി cleansed by soap and water enema so that the drug may come in direct contact with worms and lining of the intestine. ഇപ്പൊ ഇൻഡസ്റ്റൈനിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള പാരസൈറ്റിനെയൊക്കെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ആന്റി ഹെൽമിന്റിക് എനിമ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ആന്റി ഹെൽമിന്റിക് എനിമ യൂസ് ചെയ്യുന്നതിന് മുമ്പേ വി ഹാവ് ടു യൂസ് സോപ്പ് ആൻഡ് വാട്ടർ എനിമ. സോപ്പ് ആൻഡ് വാട്ടർ എനിമ യൂസ് ചെയ്തിട്ട് ബൗല് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആന്റി ഹെൽമിന്റിക് എനിമ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് അതിനകത്തുള്ള ഫീക്കൽ മെറ്റീരിയൽസ് ഒക്കെ ആദ്യം ഇവാക്യുവേറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഈ വേംസുമായിട്ട് അല്ലെ ഈ സൊല്യൂഷനുമായിട്ട് വേംസിന് ഒരു കോണ്ടാക്ട് വരികയുള്ളൂ. അതുവഴി അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ആ വേംസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ദ ട്രീറ്റ്മെന്റ് ഈസ് ഗിവൺ അണ്ടിൽ ദ വേംസ് ആർ ഡിസ്ട്രോയ്ഡ്.
വേംസ് മുഴുവൻ ആവുന്നവരെ ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. സിവിയർ വേം ഇൻഫെസ്റ്റേഷൻ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ ആന്റി ഹെൽമിന്റിക് എനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർടോണിക് സലൈൻ സൊല്യൂഷൻസ് ഒക്കെയാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ആസ്ട്രിഞ്ചന്റ് എനിമ. ആസ്ട്രിഞ്ചന്റ് എനിമ എന്ന് പറയുന്നത് ഇറ്റ് കൺട്രാക്ട് ദ ടിഷ്യൂസ് ആൻഡ് ദ ബ്ലഡ് വെസൽസ്, check bleeding and inflammations, lessens the amount of mucus discharge and gives a temporary relief in the inflamed area. It is usually given in colitis and dysentery. They are usually given in the form of rectal or colonic irrigation. The solution is allowed to run in slowly and rectum quickly to avoid distension, pain, irritation of inflamed wall, etc. അപ്പൊ ആസ്ട്രിഞ്ചന്റ് എനിമ നമ്മൾ യൂസ് ചെയ്യുന്നത് ടിഷ്യൂസിനെ കൺട്രാക്ട് ചെയ്യാനും ബ്ലഡ് വെസൽസിനെ കൺട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലീഡിങ്ങോ ഇൻഫ്ലമേഷൻസോ എന്തെങ്കിലും ഉണ്ടോ നോക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആസ്ട്രിഞ്ചന്റ് എനിമ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മെയിൻലി യൂസ് ചെയ്യുന്നത് കൊളൈറ്റിസ് കണ്ടീഷനിലും ഡിസെൻട്രിയിലുമാണ്. കൊളൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ കോളനെയാണ് നമ്മൾ കൊളൈറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാക്ടീരിയൽ ഡിസെൻട്രിയിലൊക്കെയാണ് നമ്മൾ ആസ്ട്രിഞ്ചന്റ് എനിമ യൂസ് ചെയ്യുന്നത്. അപ്പൊ സൊല്യൂഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ടാനിക് ആസിഡ്, ആലം, സിൽവർ നൈട്രേറ്റ് ഒക്കെയാണ് നമ്മൾ ആസ്ട്രിഞ്ചന്റ് എനിമയിൽ സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ഗിവൺ ആസ് ഹോട്ട് ആസ് ദ ക്ലയന്റ് ക്യാൻ സ്റ്റാൻഡ്. പേഷ്യന്റിന് എത്രമാത്രം ടോളറേറ്റ് ചെയ്യാൻ പറ്റും അത്രമാത്രം നമ്മൾ ഹോട്ട് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. The next one is cold enema. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസ് എനിമ. This is given to decrease the body temperature in hyperpyrexia and heat stroke. ഹീറ്റ് സ്ട്രോക്കിന്റെ കേസിലും ഹൈപ്പർപൈറക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീവർ ആണ്, ഇൻക്രീസ്ഡ് ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ആ പൈറക്സിയ കണ്ടീഷൻസിലൊക്കെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ബാക്കിയുള്ള മാർഗങ്ങളൊന്നും മതിയാവാതെ വരുമ്പോഴാണ് നമ്മൾ ഫീവർ ഉള്ള പേഷ്യൻസിന്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു കോൾഡ് എനിമ കൊടുക്കുന്നത്. അതുപോലെ ഹീറ്റ് സ്ട്രോക്കിലും എക്സസീവ് ആയിട്ട് ഒരാൾ ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് കോൾഡ് എനിമ. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് കൊളോണിക് ഇറിഗേഷൻ. കൊളോണിക് ഇറിഗേഷൻ പോലെയാണ് നമ്മളത് ചെയ്യുന്നത്. കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈപ്പോതെർമിയ, അതായത് പേഷ്യന്റ് ചിലപ്പം ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു പോകാനുള്ള, നോർമലിനെക്കാട്ടും വളരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ അബ്ഡോമിനൽ ക്രാംസ്, അബ്ഡോമിനൽ പെയിൻസ് ഉണ്ടാവും പേഷ്യന്റിന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇത്രയും നേരം നമ്മൾ ഇവാക്വന്റ് എനിമയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഇസ് റിട്ടൻഷൻ എനിമ. റിട്ടൻഷൻ എനിമയിൽ കുറച്ചു നേരം അത് അബ്ഡോമിനിൽ കുറച്ചു നേരം പിടിച്ചു വെക്കണം. അപ്പൊ ആദ്യത്തത് സ്റ്റിമുലന്റ് എനിമയാണ്. എ സ്റ്റിമുലന്റ് എനിമ ഇസ് ഗിവൺ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഷോക്ക് ആൻഡ് കൊളാപ്സ്. ഷോക്കിലും കൊളാപ്സിലും ഒക്കെ പേഷ്യന്റ് കൊളാപ്സ് ആവുക, അല്ലെങ്കിൽ പേഷ്യന്റ് ഷോക്ക് അടിക്കുക ഇൻ ദ സെൻസ് ഷോക്ക്, കാർഡിയോവാസ്കുലർ ഷോക്ക്, ആ കേസിലൊക്കെയാണ് നമ്മൾ സ്റ്റിമുലന്റ് എനിമ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ സംടൈംസ് ഗിവൺ ഇൻ കേസ് ഓഫ് പോയിസണിങ്. ഒപ്പിയം പോയിസണിങ് പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഈ സ്റ്റിമുലന്റ് എനിമയാണ് കൊടുക്കുന്നത്. പേഷ്യന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിമുലന്റ് എനിമയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിമുലന്റ് എനിമേന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് കോഫി ഇൻ കേസ് ഓഫ് ഒപ്പിയോയിഡ് പോയിസണിങ് ഒക്കെയാണ് നമ്മൾ ബ്ലാക്ക് കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ബ്രാൻഡി വി ക്യാൻ യൂസ്. ദെൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 108 മുതൽ 110 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് യൂഷ്വലി യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അടുത്ത റിട്ടൻഷൻ എനിമ എന്ന് പറയുന്നത് സെഡേറ്റീവ് എനിമയാണ്. പേരിൽ തന്നെ ഉണ്ട്. സെഡേറ്റീവ് എനിമ എന്തിനായിരിക്കും? സെഡേഷന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിട്ടൻഷൻ എനിമ ആൻഡ് ഇറ്റ് ഈസ് കണ്ടെയ്നിങ് എ സെഡേറ്റീവ് ഡ്രഗ്. ഏതെങ്കിലും ഒരു സെഡേറ്റീവ് ഡ്രഗ് ഉണ്ടാവും ആൻഡ് ടു ഇൻഡ്യൂസ് സ്ലീപ്പ് ഓഫ് ദ പേഷ്യന്റ് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെഡേറ്റീവ് എനിമ കൊടുക്കുന്നത്. അപ്പോൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് പൊട്ടാസ്യം ബ്രോമൈഡ്, ക്ലോറാർ ഹൈഡ്രേറ്റ്, ഫെറാൽഡിഹൈഡ്, അതൊക്കെയാണ് നമ്മൾ സെഡേറ്റീവ് എനിമയിൽ കൊടുക്കുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഡോസ് എന്ന് പറയുന്നത് ആസ് പെർ ഓർഡർ ഓഫ് ഡോക്ടറിന്റെ ഓർഡർ പ്രകാരമാണ് അത് കൊടുക്കുന്നത്. ദ നെക്സ്റ്റ് റിട്ടൻഷൻ എനിമ ഇസ് അനസ്തെറ്റിക് എനിമ. അതും പേരിൽ തന്നെ ഉണ്ട്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് റിട്ടൻഷൻ എനിമ? ഈ ഒരു റിട്ടൻഷൻ എനിമ, അതായത് അനസ്തെറ്റിക് എനിമ എന്ന് പറയുന്ന റിട്ടൻഷൻ എനിമ എന്തിനാണ് കൊടുക്കുന്നത്? ഇറ്റ് കണ്ടെയ്ൻ ആൻ അനസ്തെറ്റിക് ഡ്രഗ് ആൻഡ് ടു പ്രൊഡ്യൂസ് അനസ്തേഷ്യ ഇൻ ക്ലയന്റ്. ക്ലയന്റിന് അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
അനസ്തെറ്റിക് എനിമ കൊടുക്കുന്നത്? ഡ്രഗ്സ് യൂസ്ഡ് അവേർട്ടിൽ. അവേർട്ടിനൊക്കെയാണ് യൂഷ്വലി അനസ്തെറ്റിക് എനിമയിൽ കൊടുക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിട്ടൻഷൻ എനിമ ഇസ് emollient enema. This is an introduction of bland solution into the rectum for the purpose of checking diarrhea or soothing or relieving irritation on the inflamed mucous membrane. ഡയറിയ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമോളിയൻ എനിമ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിൻ, ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കസ് മെംബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇമോളിയൻ എനിമ കൊടുക്കുന്നത്. അത് മെയിൻലി അതിൽ കൊടുക്കുന്നത് സ്റ്റാർച്ച്, ഒപ്പിയം ഒക്കെയാണ് കൊടുക്കുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 to 105 degree Fahrenheit ആണ്. എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് 120 to 180 ml ആണ്. അടുത്ത റിട്ടൻഷൻ എനിമ എന്ന് പറയുന്നത് ന്യൂട്രിയന്റ് എനിമയാണ്. ന്യൂട്രിയന്റ് എനിമ is a type of retention enema to supply food and fluid into the body. ഇപ്പോൾ നന്നായിട്ട് മാൽനറിഷ്ഡ് ആയി പോയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം എടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു വഴിയില്ലെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ന്യൂട്രിയൻ എനിമ. പെട്ടെന്ന് ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് എത്തിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴികളൊന്നും ഇല്ല എങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ന്യൂട്രിയന്റ് എനിമ. സെലക്ഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എബിലിറ്റി ഓഫ് ദ കോളൻ ടു അബ്സോർബ് ഇറ്റ്. കോളനിലേക്കാണ് നമ്മൾ ഈ ഡയറക്റ്റ് എനിമ വിടുന്നത്. സോ ദാറ്റ് we can select the fluid depends upon the ability of the colon. Colon's absorption capacity അനുസരിച്ച് we can choose the fluid. Then nutrient enema is particularly useful in conditions like hemophilia, which makes IV infusion difficult or undesirable. IV ഇൻഫ്യൂഷനിലൂടെയാണ് യൂഷ്വലി നമ്മൾ ഒരു ഓറലി എടുക്കാത്ത ഒരു പേഷ്യന്റിന് NG ട്യൂബ് വഴിയോ അല്ലെങ്കിൽ IV ഫ്ലൂയിഡ്സിന്റെ വഴി ആണ്, ഇൻട്രാവീനസ്ലി ആണ് നമ്മൾ ഫ്ലൂയിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹീമോഫീലിയ കേസസിലൊക്കെ ചില സമയത്ത് പേഷ്യൻസിന് കോൺട്രാഇൻഡിക്കേഷൻ വരുന്ന സമയത്ത്, അതായത് IV ഇൻഫ്യൂഷൻസ് കോൺട്രാഇൻഡിക്കേഷൻ വരുന്ന സമയത്ത്, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻ എനിമ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then methods used in giving enema. യൂസിങ് എനിമ ക്യാൻ ആൻഡ് ട്യൂബ്. എനിമ ക്യാനും അതുപോലെ തന്നെ ട്യൂബിങ്സും വെച്ചിട്ടുള്ള എനിമ മെത്തേഡ് നമുക്കുണ്ട്. വെൻ ലാർജ് എമൗണ്ട്സ് ഓഫ് ഫ്ലൂയിഡ് ആർ ടു ബി ഗിവൺ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ്. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് മെത്തേഡ്. അതായത് എനിമ ക്യാനും ട്യൂബും വെച്ചിട്ടുള്ള മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് സിമ്പിൾ ഇവാക്വന്റ് എനിമ, നമ്മൾ ആദ്യം പറഞ്ഞ സിമ്പിൾ ഇവാക്വന്റ് എനിമയ്ക്ക് നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ സോപ്പ് ആൻഡ് വാട്ടർ എനിമ. ദെൻ ഫണൽ ആൻഡ് കത്തീറ്റർ മെത്തേഡ്. ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഒക്കെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ, വെൻ എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്സ് ആർ ടു ബി ഗിവൺ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ്. അതായത് ഓയിൽ എനിമ പോലെയുള്ള സ്മോൾ എമൗണ്ട് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് മാത്രമാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ വി ക്യാൻ യൂസ് ഫണൽ ആൻഡ് കത്തീറ്റർ മെത്തേഡ്. ഫണൽ ആൻഡ് കത്തീറ്റർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് അതിന്റെ പിക്ചർ, എനിമ ക്യാനും ട്യൂബിങ്സും. ദെൻ ഗ്ലിസറിൻ, സിറിഞ്ച് ആൻഡ് കത്തീറ്റർ മെത്തേഡ്. വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മെത്തേഡ്സ് ആണ് എങ്കിൽ നമുക്ക് പർഗേറ്റീവ് എനിമ പോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ, സിറിഞ്ചിലൂടെ നമുക്ക് അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഡ്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് when the fluid is to be administered very slowly in order to aid its absorption. അതായത് അബ്സോർപ്ഷൻ, മാക്സിമം അബ്സോർപ്ഷൻ ചെല്ലണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഡ്രിപ്പ് മെത്തേഡ്. അതായത് ന്യൂട്രിയന്റ് എനിമ, അതിനകത്തുള്ള ന്യൂട്രീഷൻ മുഴുവൻ അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഡ്രിപ്പ് മെത്തേഡ്. അപ്പൊ സ്ലോലി ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അബ്സോർപ്ഷൻ നടക്കും. അതുകൊണ്ടാണ് ന്യൂട്രിയൻ എനിമയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഫണൽ ആൻഡ് ട്യൂബിംഗ് മെത്തേഡ്. So next പറയാനുള്ളത് ഡിസ്റ്റൻസ് ഓഫ് ദ ട്യൂബ് വിച്ച് ഇസ് ഇൻസേർട്ടഡ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ് ആൻഡ് സൈസ് ഓഫ് ദ ക്ലൈന്റ്. ഫോർ അഡൾട്ട് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് 7.5 to 10 centimeter. ഇപ്പോൾ ട്യൂബ് നമ്മൾ റക്റ്റത്തിലേക്ക്, ഏനസ് വഴി റക്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഏകദേശം 7.5 മുതൽ 10 സെന്റിമീറ്റർ വരെ 3 to 4 inches നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് അഡൽട്ട് പേഷ്യൻസിനാണെങ്കിലാണ് ഇത്രയും ഇൻസേർട്ട് ചെയ്യുന്നത്. ചിൽഡ്രൻ ആണെങ്കിൽ വി ക്യാൻ ഇൻസേർട്ട് ഓൺലി 2.5 to 3.75 സെന്റിമീറ്റർ. 1.5 മുതൽ
ഒരു 1 മുതൽ 1.5 ഇഞ്ച് മാത്രം അവർക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. എനിമ ക്യാൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 45 സെന്റിമീറ്റർ ആണ്. ഇത് ഇമ്പോർട്ടന്റ് മെഷർമെന്റ് ആണ്. അതായത് PSC എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിമ ക്യാൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉയരത്തിൽ, ഒരു 45 സെന്റിമീറ്റർ ഉയരത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഫ്ലൂയിഡ്സ്. The next one is there is an increase of 0.5 lb of pressure for every 12 inch of elevation. അപ്പോൾ ഓരോ 12 ഇഞ്ച് നമ്മൾ പൊക്കുന്നതിനനുസരിച്ച് 0.5 lb പ്രഷർ നമുക്ക് വേരിയന്റ് ആവാണ് ചെയ്യുന്നത്, കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് ഓയിൽ എനിമ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ഏകദേശം 2-3 മണിക്കൂർ ഉള്ളിൽ നിർത്തേണ്ടതായിട്ടുണ്ട്. അതർ ക്ലെൻസിങ് എനിമയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് മാത്രം ഉള്ളിൽ നിർത്തിയിട്ട് ഒഴിവാക്കി കളയാവുന്നതാണ്. റിട്ടൻഷൻ എനിമ വളരെ പതിയെ കൊടുക്കുകയുള്ളൂ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ കുറച്ച് നേരം തങ്ങി നിർത്തേണ്ടതായതുകൊണ്ട് തന്നെ വളരെ പതുക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ഗിവിംഗ് എനിമ വിത്ത് ഫണൽ ഓർ കത്തീറ്റർ. കത്തീറ്റർ ഉപയോഗിച്ച് ഫണൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എനിമ കൊടുക്കാമെന്ന് നോക്കാം. സ്മോൾ എനിമാസ് ടു ബി എക്സ്പെൽഡ് ആർ ഗിവൺ യൂസിംഗ് ഫണൽ ആൻഡ് കത്തീറ്റർ. സ്മോൾ എനിമയൊക്കെ ആണെങ്കിൽ, സ്മോൾ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ ഫണൽ മെത്തേഡ് തന്നെ ധാരാളമാണ്. മെയിൻലി ഓയിൽ എനിമയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. The oil is kept warm by placing the container in a bowl of warm water. ഒരു വാം വാട്ടർ ഉള്ള ഒരു ബൗളിലേക്ക് നമ്മൾ നമുക്ക് വേണ്ട ഓയിൽ ഇറക്കി വെച്ച് അത് ജസ്റ്റ് ഒന്ന് വാം ചെയ്യാം, കുറച്ച് ചൂടാക്കുക. ഡ്യൂറിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ ദ ഹൈറ്റ് ഓഫ് ദ ഫണൽ ഷുഡ് ബി മോർ ദാൻ 8 inches ഫ്രം ദ ഏനസ്. അപ്പൊ എനിമാക്കാൻ ആണെങ്കിൽ മാത്രമാണ് 45 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്. ഈ ഒരു ഫണൽ മെത്തേഡ് ആണെങ്കിൽ 8 inches ഉയരം മാത്രം മതിയാവും. Help the client to retain the solution either by raising the foot end or by pressuring the buttocks. അപ്പോ ഒന്നുകിൽ നമ്മള് കാൽഭാഗം കുറച്ച് എലിവേറ്റ് ചെയ്ത് വെക്കുക, അതായത് ട്രെല്ലൻബർഗ് പൊസിഷനിൽ പേഷ്യന്റിനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. The oil enema is to be retained for 2 to 6 hours to soften the fecal matters. ഓയിൽ എനിമ ആണെങ്കിൽ ഏകദേശം 2 മുതൽ 6 മണിക്കൂർ വരെ അത് അവിടെ തന്നെ ഇരിക്കണം. ഇറ്റ് മേ ബി ഫോളോഡ് ബൈ സോപ്പ് ആൻഡ് വാട്ടർ. ഞാൻ ആദ്യം പറഞ്ഞു ഓയിൽ എനിമ കഴിഞ്ഞാലും എന്ത് ചെയ്യണം, സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് എല്ലാ ഫീക്കൽ മെറ്റീരിയൽസും എക്സ്പെൽ ചെയ്ത് കളയണം. Then preparation and after care of the client and articles are same as in soap and water enema. പ്രിപ്പറേഷനും ആഫ്റ്റർ കെയർ ഓഫ് ദ പേഷ്യന്റും സോപ്പ് ആൻഡ് വാട്ടറിൽ എനിമ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഗ്ലിസറിൻ സിറിഞ്ച് എനിമ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഈ ഗ്ലിസറിൻ സിറിഞ്ച് ഒരു മെറ്റൽ സിറിഞ്ച് ഉണ്ടാവും, റബ്ബർ കത്തീറ്റർ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കും. എയർ ഈസ് ടു ബി എക്സ്പെൽഡ് ഫ്രം ദ സിറിഞ്ച്. അപ്പൊ നമ്മൾ നേരത്തെ എനിമേഴ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എയർ എൻ്റർ ആവാൻ പാടില്ല. പ്രയർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഫ്ലൂയിഡ്സ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ഗിവിംഗ് എനിമാസ് ടു ചിൽഡ്രൻ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിറിഞ്ച് മെത്തേഡാണ് കൂടുതലായിട്ട് യോജിക്കുന്നത്. ദെൻ ഗിവിംഗ് എനിമ ബൈ ഡ്രിപ്പ് മെത്തേഡ്. ഡ്രിപ്പ് മെത്തേഡിലൂടെ നമ്മൾ കൊടുക്കുന്ന എനിമ എന്ന് പറയുന്നത് ന്യൂട്രിയന്റ് എനിമ അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് റിട്ടൻഷൻ ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രിയന്റ് എനിമ വളരെ സ്ലോ ആയിട്ട് വിടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിട്ടൻഷൻ എനിമ ഇസ് ഡൺ ബൈ ഡ്രിപ്പ് മെത്തേഡ്. ഡ്രിപ്പ് മെത്തേഡിലൂടെയാണ് ന്യൂട്രിയന്റ് എനിമ നമ്മൾ കൊടുക്കുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദ പ്രൊസീജിയർ ഈസ് ദാറ്റ് ദ സൊല്യൂഷൻ ഈസ് ടു ബി റിട്ടൈൻഡ് ഓർ ഷുഡ് നെവർ ബി ഇവാക്യുവേറ്റഡ്. അപ്പൊ ഈ ഒരു ന്യൂട്രിയന്റ് എനിമയുടെ മാത്രം പ്രത്യേകത എന്താന്ന് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആണ്. അപ്പൊ അത് ഇവാക്യുവേറ്റ് ചെയ്ത് കളയാനുള്ളതല്ല. അപ്പൊ എന്ത് ചെയ്യണം, അത് ഇവാക്യുവേറ്റ് ചെയ്ത് കളയാതിരിക്കാൻ വേണ്ടി ആ പയ്യെ സ്ലോലി വേണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും. അതൊരിക്കലും തിരിച്ച് എടുക്കുന്നില്ല, അത് കോളൻ തന്നെ അബ്സോർബായി പോവാണ്, അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബായി പോവാണ് ചെയ്യുന്നത്. A fine catheter is used in place of rectal tube to diminish the stimulation of defecation reflex. സ്വാഭാവികമായിട്ടും നമ്മുടെ ഏനസ്, റെക്റ്റം
ഫില്ലാവുന്ന സമയത്ത്, ഫ്ലൂയിഡോ ഫീക്കൽ മെറ്റീരിയൽസോ ഒക്കെ ഫില്ലാവുന്ന സമയത്ത് ഡെഫിക്കേഷൻ റിഫ്ലക്സ് വന്നിട്ടാണ് നമുക്ക് മോഷൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മളെ ഏനസിലൂടെ രക്തത്തിലേക്ക് വരികയാണെങ്കിൽ ആ പേഷ്യന്റ് എന്തായാലും ഡെഫിക്കേഷനുള്ള സാധ്യത കൂടുതലായിരിക്കും, ആ ഒരു റിഫ്ലക്സ് കൂടുതലായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രിപ്പ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വളരെ പതിയെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഈ റക്റ്റം നിറയുന്നില്ല, അതുകൊണ്ട് തന്നെ അത് കോളനിൽ വെച്ച് തന്നെ അത് അബ്സോർബ് ആയി പോവുകയാണ് ചെയ്യുന്നത്, ശരീരത്തിലേക്ക് വലിച്ചെടുക്കുകയാണ്, അതിന് ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെഫിക്കേഷൻ റിഫ്ലക്സ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മള് എനിമേനെ പറ്റി പറഞ്ഞത്. അപ്പോ ഇത്രയേ ഉള്ളൂ എനിമേനെ പറ്റി നമുക്ക് പറയാനുള്ളൂ. എനിമ എന്ന് പറയുന്നത് യൂഷ്വലി യൂസ്ഡ് ഫോർ കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് നമുക്ക് ആദ്യമേ അറിയായിരുന്നു. പക്ഷെ ഇപ്പോ അല്ലാതെ ഫീവർ കണ്ടീഷനും അതുപോലെ തന്നെ വേം ഇൻഫെസ്റ്റേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറെ കണ്ടീഷൻസിലും ഒക്കെ നമ്മൾ ഉണ്ടാവും എനിമ ചെയ്യാന്ന് പഠിച്ചു. പിന്നെ അതുപോലെ ഹൈപ്പർ പൈറക്സിയയിലേക്ക് നമുക്ക് എനിമ കൊടുത്താൽ കുറയുന്നു പഠിച്ചു. അതുപോലെ ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസിലാണെങ്കിലും കോൾഡ് എനിമ ഒക്കെ കൊടുത്താൽ നമുക്ക് വളരെ നല്ലതാണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിമേന്റെ ടൈപ്സ് നമ്മൾ പഠിച്ചു. ഇനി എനിമ എന്ന് പറയുന്നത് ഗുഡ് ആണോ അല്ലെങ്കിൽ ബാഡ് ആണോ നോക്കാം. എനിമ എന്ന് പറയുന്നത് സേഫസ്റ്റ് പ്രൊസീജിയർ ആണ്. An incorrectly administered enema can damage tissue in your rectum or colon. So, as a nurse, enema കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ enema എന്ന് പറയുന്നത് administration of a large quantity of fluid into the rectum ആണ് in order to evacuate the fecal matters. ഫീക്കൽ മാറ്റേഴ്സ് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രൊസീജിയറിന് മുമ്പ്, പല പ്രൊസീജിയേഴ്സിന് മുമ്പേയും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ടൈപ്സ് ആണ് മെയിൻലി നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ അതിനെ പറ്റി പറയാനുള്ളൂ.